അല്ല, ദുരന്തം സംഭവിക്കാം, VIP-കളെ ആക്രമിക്കാം. അത് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഒരു ഡ്രോണ് എവിടെ നിന്നേലും പണ്ട് ഇവരത് ചെയ്തേ അതില്ല, അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇറാനകത്ത് കയറി മൊസാദ് കയറി അതിനകത്ത് ഇരുന്നിട്ട് അവന്മാരെ രണ്ടാമത് അതാണല്ലോ കൈകാര്യം ചെയ്തത്. ആ രീതിയിലേക്കുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആരെയും ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ അപ്പം നമ്മൾ ഇവിടുന്ന് അതിൻ്റെ ഉറവിടം ഡ്രോണുകൾ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ചിരുന്നിട്ട് അതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്താനൊക്കെ പാടാ. ഇപ്പോൾ രണ്ടാമത് റഷ്യയിൽ ആക്രമിച്ച അങ്ങനെയല്ലയോ ഈ ഒരു ഉക്രൈൻ അറിഞ്ഞ് അവരുടെ ഒരു 4-5 ഫൈറ്റർ ജെറ്റുകളും എല്ലാം കൂടെ അവിടെ ചെന്നിട്ട് അതിനകത്ത് ഡ്രോൺ കടത്തി അതിനകത്ത് റഷ്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഡ്രോണുകൾ പറത്തിയാണല്ലോ ചെയ്തത്. അതേ രീതിയിലേക്കുള്ള ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. കാരണം അതായത് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ അന്വേഷണ സംഘം ഡോക്ടർമാരെ പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ ഓപ്പറേഷൻ നടക്കുന്നത് മനസ്സിലായത്. അതിനകത്ത് ഒരുത്തൻ ഓപ്പറേഷൻ ബാക്കിയുള്ളവരെ പിടിച്ചപ്പോൾ എന്നെ പിടിക്കാൻ വരുന്നു എന്ന് കണ്ട് അവൻ വണ്ടിയെടുത്ത് അവനെ കൊണ്ടൊക്കുന്ന സ്ഫോടക വസ്തുവായിട്ട് പോയി ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു. ആ ഒരു പൊട്ടിത്തെറിക്കകത്ത് നിന്ന് ഇപ്പം വലിയ വലുപ്പത്തിൽ അന്വേഷിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് വളരെ ഇത്രയും ഗൗരവകരമായിട്ട് അന്വേഷിക്കത്തില്ലായിരുന്നു, സ്പീഡിൽ അന്വേഷിച്ച് വന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വരെ ഭീകരം ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലായതുകൊണ്ട് റിപ്പോർട്ടുകൾ ഒരു പരിധി കൂടുതൽ വെളിയിൽ വിടത്തില്ല. ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകളായി കേൾക്കുന്നത്. വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഇതുപോലെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒരുത്തിനെ പിടിച്ചവന് മിസൈൽ വരെ ഉണ്ടാക്കാൻ അറിയാം, ഡ്രോൺ ഉണ്ടാക്കാൻ അറിയാം, ഡോക്ടറെ അത് പഠിപ്പിക്കാൻ വന്നതെന്നാണ് പറഞ്ഞത്. അവന് അതിൻ്റെ സാങ്കേതികവിദ്യ അറിയാവുന്നവനാ ആ രീതിയിൽ. അപ്പോൾ ഒരുത്തനെ കിട്ടിയിട്ടുള്ളൂ. ഇനി എത്രമാർ ഇതുപോലെ സാങ്കേതികവിദ്യ അറിയാവുന്നവന്മാർ കോഡ് നെയിമിലും മറ്റ് പല രീതിയിലുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവാത്ത കോഡും പേരും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും.